കേരളത്തിലെ CPIM-നെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് നടത്തിയത്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ കേട്ടാൽ ഞെട്ടുന്ന തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായത്. ഈ ഞെട്ടണം എന്നുള്ളതൊക്കെ തന്നെ ജനങ്ങൾ അവർക്ക് സ്വയം തീരുമാനിക്കാവുന്ന കാര്യമാണ്. കാരണം CPM-ന്റെ മുൻകാലങ്ങളിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ, ക്രമക്കേടുകൾ നിരന്തരം കേട്ടിട്ടുള്ളവർക്ക് ഈ കാര്യത്തിൽ ഒരു ഞെട്ടലുണ്ടാകാൻ വഴിയില്ല. മറിച്ച് ആദ്യമായിട്ട് ഈ വാർത്ത കേൾക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിയെക്കുറിച്ചൊരു ഞെട്ടലൊക്കെ തന്നെ ഉണ്ടാകാം. എന്തായാലും CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ സമുന്നതനായിട്ടുള്ള പാർട്ടിയുടെ ജില്ലയിലെ തന്നെ നേതാവ് നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ തന്നെ കണ്ണൂർ എന്ന് പറയുന്നത് പാർട്ടി പിറന്ന ഒരു ജില്ല കൂടിയാണ്. അവിടെ പയ്യന്നൂര് വളരെയധികം പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ്. ആ പയ്യന്നൂർ എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ നടന്ന 3 കൃത്രിമ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കൃത്രിമങ്ങളാണ് വി കുഞ്ഞികൃഷ്ണൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. അതിലൊന്ന് ധനരാജ് രക്തസാക്ഷി ഫണ്ടാണ്, ഒന്ന് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിലെ ക്രമക്കേടാണ്, മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ട് ക്രമക്കേടാണ്. ധനരാജ് എന്ന് പറയുന്ന DYFIയുടെ നേതാവ് 2016 കൊല്ലപ്പെടുന്നത്. CPM-നെ സംബന്ധിച്ച് ഒരു പാർട്ടി അംഗം, ഒരു നേതാവ് കൊല്ലപ്പെട്ടാൽ അത് രക്തസാക്ഷിയാണ്. അത്തരത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്നവരെ പാർട്ടി അങ്ങേയറ്റം വിലമതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് CPM-ന്റെ തുടക്കം മുതലുള്ള കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തെ സഹായിക്കുക, അവരുടെ കുടുംബത്തെ ഏറ്റെടുക്കുക, അവരുടെ ബാധ്യതകളൊക്കെ തന്നെ ഏറ്റെടുക്കുക എന്നത് CPM എല്ലാ കാലത്തും അനുവർത്തിച്ചു പോകുന്ന ഒരു കാര്യവും കൂടിയാണ്. അങ്ങനെയാണ് ധനരാജ് എന്ന് പറയുന്ന ധീര രക്തസാക്ഷിക്ക് വേണ്ടിയിട്ട് പാർട്ടി 1 കോടി രൂപ ഫണ്ട് കളക്ട് ചെയ്യുന്നത്. എന്നാൽ ആ ഫണ്ടിൽ പോലും തിരിമറി നടത്തി എന്നാണ് ഇന്നലത്തെ ആ വെളിപ്പെടുത്തൽ. സാധാരണയായിട്ട് രക്തസാക്ഷി ഫണ്ടൊക്കെ എന്ന് പറയുന്നത് വളരെ അങ്ങേയറ്റം പവിത്രമായിട്ടാണ്, മറ്റെന്തിനേക്കാളും പാർട്ടി വിലമതിക്കുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒന്നാണ് ഈ രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുന്നത്. അതിൽ മുൻകാലങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും പാർട്ടി അനുവദിച്ചിരുന്നില്ല, അതൊന്നും തന്നെ നടന്നിരുന്നില്ല അത്തരത്തിലൊന്നും. എന്നാൽ ധനരാജ് ഫണ്ടിന്റെ പേരിൽ 1 കോടി രൂപ പിരിച്ചെടുത്തിട്ട് അതിൽ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തി എന്നാണ് തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ട് ഈ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. 2017 ഡിസംബറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വരവുചില കണക്ക് അവതരിപ്പിച്ചപ്പോൾ ഏതാണ്ട് 10 ലക്ഷത്തിലധികം രൂപയുടെ ഒരു കുറവ് ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് ധനരാജിന് വീട് വെച്ച് കൊടുക്കാനായിട്ട് ഏതാണ്ട് 35 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട്. പിന്നീട് ഏതാണ്ട് വരുമ്പോഴും തന്നെ 65 ലക്ഷത്തോളം രൂപ ബാക്കിയുണ്ട്. എന്നാൽ അത് പിന്നീട് കാണാതായി എന്നതാണ് പറയുന്നത്. ഈ പറയുന്ന 65 ലക്ഷം രൂപയിൽ നിന്നും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായിട്ട് തുക വകമാറ്റി എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ അതിനായിട്ട് കടമായിട്ട് എടുത്തു എന്നാണ് പാർട്ടി നേതൃത്വം തന്നെ പറയുന്നത്. അതേസമയം ഈ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിനായിട്ട് മറ്റൊരു ഫണ്ടിന്റെ രൂപീകരണം നടന്നിരുന്നു. സഹകരണ മേഖലയിലെ ജീവനക്കാർ 1 മാസത്തെ വേതനം കൊടുത്ത വകയിൽ തന്നെ ഏതാണ്ട് 70 ലക്ഷത്തോളം രൂപ ആ ഇനത്തിൽ പാർട്ടി സമാഹരിച്ചിരുന്നു. അത്തരത്തിൽ 70 ലക്ഷം രൂപ കയ്യിൽ ഇരിക്കെയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിന് ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നും 35 ലക്ഷം രൂപ കടമായിട്ടെടുക്കുന്നത്. പിന്നീട് പാർട്ടി നേതൃത്വം തന്നെ പറഞ്ഞത് 35 ലക്ഷമല്ല 40 ലക്ഷം രൂപ എടുത്തു എന്നാണ്. അങ്ങനെ 40 ലക്ഷം രൂപയുടെ ഒരു തിരിമറി അവിടെ നടക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനായിട്ട് സഹകരണ മേഖലയിലെ ജീവനക്കാർ കൊടുത്ത 70 ലക്ഷം രൂപ എവിടെ പോയി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ധനരാജിന്റെ കടബാധ്യതകൾ സംബന്ധിച്ച് പാർട്ടി തുടക്കത്തിൽ അതൊന്നും ഏറ്റെടുത്തിരുന്നില്ല, അതൊന്നും തീർത്തിരുന്നില്ല. ഇത് വിവാദമായതിന് പിന്നാലെയാണ് ധനരാജിന്റെ ഈ പറയുന്ന ബാധ്യതകളൊക്കെ തന്നെ പാർട്ടി കൊടുത്തു തീർക്കാൻ തയ്യാറായത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ധനരാജിന്റെ 1 കോടി രൂപ രക്തസാക്ഷി ഫണ്ടിൽ നിന്നും ചെലവിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ക്രമക്കേട് വരുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിർമ്മാണത്തിനായിട്ട് അതിൽ നിന്നും 40 ലക്ഷം രൂപ വകമാറ്റി അല്ലെങ്കിൽ കടമായിട്ട് എടുത്തു എന്ന് പറയുന്നു. അതേസമയം തന്നെയാണ് ഈ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിർമ്മാണത്തിന് മറ്റൊരു ഫണ്ട് രൂപീകരിച്ചിരുന്നത്. അതിൽ ഈ പറയുന്ന പോലെ സഹകരണ മേഖലയിലെ ജീവനക്കാർ തന്നെ 70 ലക്ഷം രൂപ 1 മാസത്തെ വേതനം കൊടുത്ത് ശേഖരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ കാശൊക്കെ എവിടെ പോയി എന്ന വലിയ ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പിന്നീട് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തിരിമറി എന്ന് പറയുന്നത് ഈ 2 സംഭവങ്ങളിലും പ്രതിസ്ഥാനത്തുള്ളത് അന്നത്തെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന TI മധുസൂദനാണ്, ഇപ്പോഴത്തെ പയ്യന്നൂർ MLA.
മൂന്നാമത് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ക്രമക്കേട് അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് പയ്യന്നൂർ മണ്ഡലത്തിലാണ്. അതായത് പയ്യന്നൂരിൽ 2021 മത്സരിച്ചത് ഈ പറയുന്ന TI മധുസൂദനാണ്. അദ്ദേഹം ഏതാണ്ട് 50,000-ഓളം വോട്ടുകൾക്ക് അടുത്ത ഭൂരിപക്ഷത്തിനാണ് അവിടെ നിന്നും വിജയിച്ചത്. 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫണ്ടിനായിട്ട് നടത്തിയ ഒരു പണസമാഹരണം അതിലും വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്ന് വി കുഞ്ഞികൃഷ്ണൻ തെളിവുകൾ നിരത്തി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായിട്ട് 25 ലീഫുകൾ വീതമുള്ള 2 കുറ്റി രസീതുകൾ അച്ചടിക്കുന്നു, അത് വിതരണം ചെയ്യുന്നു. എന്നാൽ കണക്കുകൾ അത് നോക്കുന്ന സമയത്ത് വരവ് ചെലവ് കണക്കുകൾ സമയത്ത് മറ്റ് ക്രമക്കേടുകളൊക്കെ തന്നെ കാണുകയാണ്. മൊത്തത്തിൽ ഏതാണ്ട് 6 രസീത് കുറ്റികളാണ് അടിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഈ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ രസീത് കുറ്റികൾ അച്ചടിച്ച പ്രസിന്റെ പേരിൽ 2 രസീത് കുറ്റികൾ വ്യാജമായിട്ട് അച്ചടിച്ച് പണം ശേഖരിച്ചു എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നത്. അതൊക്കെ തന്നെ ഓഡിറ്റിൽ അദ്ദേഹമാണ് അത് ഓഡിറ്റ് ചെയ്തത്, അദ്ദേഹത്തെയാണ് അതിന് ചുമതലപ്പെടുത്തിയത് ഓഡിറ്റിങ്ങിനായിട്ട്. ആ ഓഡിറ്റിങ്ങിൽ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇദ്ദേഹം ഉന്നയിച്ച ഈ വിഷയങ്ങളൊക്കെ തന്നെ അന്വേഷിക്കാനായിട്ട് പാർട്ടിയുടെ ഓരോ നേതാക്കന്മാരെയും ഓരോ ഘട്ടത്തിലും നേതാക്കന്മാരെയൊക്കെ തന്നെ ഈ വിവരം ധരിപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചു. അത് TV രാജേഷ്, മുൻ MLA TV രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഒരു കമ്മീഷൻ നിയോഗിച്ചത്. എന്നാൽ ആ കമ്മീഷൻ കണ്ടെത്തിയത് ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ സാമ്പത്തിക ക്രമക്കേടുകളൊന്നും തന്നെ നടത്തിയിട്ടില്ല. 1 രൂപ പോലും കാണാതായിട്ടില്ല, 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ വരവ് ചെലവ് കണക്കുകൾ കൃത്യസമയത്ത് അവതരിപ്പിക്കുന്നതിൽ ചില വീഴ്ചകൾ സംഭവിച്ചു. അത്തരമൊരു നിഗമനത്തിലേക്കാണ് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ എത്തിച്ചേർന്നത്. അതിന്റെ പേരിൽ ഈ പറയുന്ന പോലെ TI മധുസൂദനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്ന ഒരു കാഴ്ച കണ്ടു. സമാനമായിട്ട് ഈ പരാതി കൊടുത്ത ഒപ്പം തന്നെ ഈ കണക്കുകൾ ഓഡിറ്റ് ചെയ്ത വി കുഞ്ഞികൃഷ്ണനെ ഏരിയ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ പാർട്ടിയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ക്രമക്കേടുകളാണ് ഈ വി കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, അദ്ദേഹം അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ ഓരോ ഘട്ടത്തിലും ഈ കാര്യങ്ങളെല്ലാം താൻ ധരിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് താൻ നേരിട്ട് പറഞ്ഞില്ല, അല്ലെങ്കിലും ഈ വിഷയങ്ങളൊക്കെ തന്നെ അറിയാമായിരുന്നു. എന്നാൽ ഒരു നടപടിയും ഒരു നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. കുറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ട് ഈ കുറ്റങ്ങൾ ഉണ്ടായത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച പരാതി നൽകിയ തനിക്കെതിരെ പാർട്ടി നീക്കം നടത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, EP ജയരാജന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിലും ഒപ്പം തന്നെ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള മറ്റൊരു സഹകരണ സ്ഥാപനം ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടും സംബന്ധിച്ചും അദ്ദേഹം പരാതികൾ കൊടുത്തു. ഇതൊക്കെ തന്നെ പാർട്ടിക്ക് അദ്ദേഹത്തെ അനഭിമതനാക്കി മാറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഇത്രയും വെളിപ്പെടുത്തലുകൾ നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും തന്നെ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് MV ജയരാജനും ജില്ലാ സെക്രട്ടറി KK രാഗേഷും ഒക്കെ തന്നെ തങ്ങളുടെ പഴയ നിലപാട് ആവർത്തിക്കുകയാണ്. ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും നടന്നിട്ടില്ല. അന്ന് ഇത്തരത്തിലുള്ള കണക്ക് അവതരിപ്പിക്കുന്നതിലെ കാലതാമസം മാത്രമാണ് വീഴ്ചയായിട്ട് കണ്ടെത്തിയത് എന്നാണ്. മറിച്ച് വി കുഞ്ഞികൃഷ്ണനെ ഈ പാർട്ടി വീണ്ടും കുറ്റക്കാരനായിട്ട് അവരോധിക്കുകയാണ്. ഇതിനോടകം തന്നെ കണ്ണൂരിന്റെ പല മേഖലകളിലും വി കുഞ്ഞികൃഷ്ണനെ പറയുന്ന പോലെ പാർട്ടി വിരുദ്ധനായിട്ടും വർഗവഞ്ചകനായിട്ടും കുലംകുത്തിയായിട്ടും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും പ്രചരണങ്ങളും നിറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് KK രാഗേഷ് പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം തനിക്ക് തെറ്റുപറ്റിയതായിട്ട് സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം. ഈ EP ജയരാജനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില വെളിപ്പെടുത്തലുകളിൽ, ചില ആരോപണങ്ങളിൽ വ്യക്തമായ തെളിവുകൾ തനിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു കാര്യമാണ് അദ്ദേഹം പാർട്ടിക്ക് മുന്നിൽ പറഞ്ഞത്. അല്ലാതെ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ഇന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള പാർട്ടിക്കുള്ളിലെ ക്രമക്കേടുകളുടെ പ്രത്യേകിച്ചും ഈ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു തുറന്നു പറച്ചിലാണ് ഈ കുഞ്ഞികൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്തെങ്കിലും ഒരു ക്രമക്കേടുണ്ടായാൽ അല്ലെങ്കിൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ ആ ആരോപണ വിധേയനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിലും കുറ്റം ആരോപിക്കപ്പെട്ടയാളെ കുറ്റക്കാരനാക്കണമെന്നുണ്ടെങ്കിലും ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർ ചെയ്യുന്നത് ഒരു കമ്മീഷനെ നിയോഗിക്കുക എന്നതാണ്. കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കുറ്റക്കാരനെ നിരപരാധിയായിട്ട് എടുക്കാം, അവരെ വെള്ളപൂശിയെടുക്കാം. ഒപ്പം തന്നെ ആ കുറ്റം ആരോപിച്ചയാളെ, കുറ്റം ഉന്നയിച്ചയാളെ, ആരോപണം ഉന്നയിച്ചയാളെ കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യാം. എന്തായാലും അത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വി കുഞ്ഞികൃഷ്ണന് എന്ത് സംഭവിക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ
പാർട്ടിയോട് ഇടഞ്ഞിട്ടുള്ള, പാർട്ടിക്കെതിരെ പാർട്ടിയിൽ നിന്നുകൊണ്ട് ശുദ്ധികലശത്തിന് തയ്യാറായിട്ടുള്ള, അതിന് ധൈര്യം കാട്ടിയിട്ടുള്ള നേതാക്കൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ള അനുഭവം നമുക്ക് മുന്നിലുണ്ട്. ഏറ്റവും ദാരുണമായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ടി പി ചന്ദ്രശേഖരന്റെ അനുഭവമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി ഇനി പോകില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം തനിക്കുണ്ട് എന്നാണ് ഇന്നലെ വി കുഞ്ഞികൃഷ്ണൻ മാധ്യമത്തോട് ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും CPM-നെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ അതൊന്നും തന്നെ പുത്തരിയല്ല. ഈ അടുത്തിടയ്ക്കാണ് ബ്രഹ്മഗിരി പോലെയുള്ള ഒരു സഹകരണ സംഘത്തിലെ വലിയൊരു ക്രമക്കേടിന്റെ വാർത്തകൾ പുറത്തു വന്നത്. മാത്രമല്ല, മുൻപ് ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിൽ തിരിമറി നടത്തിയത് എറണാകുളം ജില്ലയിൽ ചില സഖാക്കളൊക്കെ തന്നെ അറസ്റ്റിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത്തരത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന അപചയം, ഇത്തരത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള മൂല്യച്യുതി എല്ലാം വെളിപ്പെടുത്തുന്ന നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് പോരാടി ഈ വിഷയത്തിലൊക്കെ തന്നെ ഒരു തിരുത്തലിന് പാർട്ടിയെ പ്രേരിപ്പിച്ചിരുന്ന ഒരു നേതാവ് അതൊന്നും തന്നെ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇക്കാലം അത്രയും അദ്ദേഹം മാധ്യമങ്ങളൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല. ഒരു തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇക്കാര്യത്തിൽ പാർട്ടിയിൽ നിന്നും നീതി ലഭിക്കില്ല, അല്ലെങ്കിൽ പാർട്ടി ഈ കുറ്റക്കാർക്കെതിരെ നടപടിയൊന്നും സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മസൂദന് പയ്യന്നൂരിൽ വീണ്ടും സീറ്റ് ലഭിക്കുമെന്ന് വ്യക്തമായതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള വലിയ തുറന്നു പറച്ചിലേക്ക് കുഞ്ഞികൃഷ്ണൻ പോയത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള പാർട്ടിയുടെ നടപടി എന്താകുമെന്ന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.